കാരണം ഈ SI കൃഷ്ണലാൽ ഇതുപോലെ ഒരു ചാനലിൽ വന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ മൊത്തം ഈ നമ്മളെ കേസിനെ പറ്റി ഒരു ചാനലിൽ ഔട്ട് ചെയ്തില്ലേ, അതിനെക്കുറിച്ചും അതിന് ശേഷം ഈ അതിൽ കറക്റ്റ് ഗൂഢാലോചനകൾ എന്തൊക്കെയെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ ആ SIനെ ഇവർ വകുപ്പുതല അന്വേഷണം കൊണ്ട് അത് ചവിട്ടി താത്തി ഇപ്പോഴും സസ്പെൻഷനിൽ കിടക്കുകയാണ്. പക്ഷെ കൊലപാതകം ചെയ്ത ഡാൻസ് ഓഫ് ടീമുകൾ ഇപ്പോൾ ജോലിയിൽ അടിപൊളിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ SI ആയിരുന്ന ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തൽ ഇന്ന് രാവിലെ മീഡിയ വണ്ണിലൂടെയാണ് ആ പ്രേക്ഷകർ കണ്ടത്. അതിനകത്ത് ഒരുപാട് വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ താനൂരിലെ താമിർ ജിഫ്രി വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് വാർത്ത ഷെയർ ചെയ്തത് ഉദ്യോഗസ്ഥർ കാണുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വരികയും ചെയ്തത് എന്നുള്ളതാണ്. അതായത് നേരത്തെ തന്നെ കുടുംബം ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നൊരു പ്രധാന കാര്യം എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർ എപ്പോഴും ഈ കേസിനകത്ത് സംരക്ഷിക്കുകയും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ഈ കുറ്റം ചാർത്തപ്പെടുകയും അവരിലേക്ക് മാത്രം ഇത് ഒതുങ്ങുകയും മറ്റുള്ളവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ കുടുംബം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി മീഡിയ വണ്ണപ്പം ചേരുകയാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് തനിക്കെതിരെ നടപടി, അതായത് ഈ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ കൂടെ നിൽക്കാത്തവരായിട്ടുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മേൽ ഈ കേസ് കെട്ടിവെച്ച് മറ്റുള്ളവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നു നേരത്തെ പറഞ്ഞു. അതിനൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. അതെ, ഇതേ ഒരു അവസ്ഥയായിരുന്നു നമ്മളെ കേസിന്റെ സമയത്തും ഉണ്ടായത്. കാരണം ഈ SI കൃഷ്ണലാൽ ഇതുപോലെ ഒരു ചാനലിൽ വന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ മൊത്തം ഈ നമ്മളെ കേസിനെ പറ്റി ഒരു ചാനലിൽ ഔട്ട് ചെയ്തില്ലേ, അതിനെക്കുറിച്ചും അതിന് ശേഷം ഈ അതിൽ കറക്റ്റ് ഗൂഢാലോചനകൾ എന്തൊക്കെയെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ ആ SIനെ ഇവർ വകുപ്പുതല അന്വേഷണം കൊണ്ട് അത് ചവിട്ടി താത്തി ഇപ്പോഴും സസ്പെൻഷനിൽ കിടക്കുകയാണ്. പക്ഷെ കൊലപാതകം ചെയ്ത ഡാൻസ് ഓഫ് ടീമുകൾ ഇപ്പോൾ ജോലിയിൽ അടിപൊളിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കെതിരെ നിൽക്കുന്നവരെല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഈ ചെറിയ ഗ്യാങ്ങിന്, ഈ പോലീസ് ഗ്യാങ്ങിൽ ഉള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത്. മൂപ്പർക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചത് കാര്യങ്ങളിപ്പോൾ ഇന്ന് വാർത്തയിൽ പറഞ്ഞത്. സെയിം തന്നെയാണ് കൃഷ്ണലാലും അനുഭവിക്കുന്നത്. കൃഷ്ണലാൽ തെറ്റ് ചെയ്തില്ല എന്നല്ല, പക്ഷെ അവരെ ബാക്കി കാര്യങ്ങളിൽ തുടരെ അയാൾ വേറെ രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ ഫോക്കസ് ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളവരെ അല്ലെങ്കിൽ നിൽക്കാത്തവരെക്കെതിരെ അവർ നടപടി എടുക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെ കേസിൽ നോക്കിയാൽ ഈ ഡാൻസ് ഓഫ് സംഘത്തിന്റെ എല്ലാ അതോറിറ്റി, അതായത് SP ആണ് നിയന്ത്രണം. SP-ന്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ DYSP നിയന്ത്രണത്തിലോ ആണ് ഈ എല്ലാ കേസുകളും ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കേസിൽ ചെളാരിയിൽ നിന്ന് പിടിച്ചിട്ട് താന്നൂര് വരെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ച ഈ ഡാൻസ് ഓഫ് സംഘത്തിനെ നിയന്ത്രിച്ചത് ആരാന്നുള്ളത് നമുക്കിതുവരേക്കും ഉത്തരം കിട്ടിയില്ല. അവർ കണ്ടമാനം സമയം ഒരു 5:30 മുതൽ അല്ലെങ്കിൽ 4 മണി മുതൽ 12 മണി വരെ അവർ കസ്റ്റഡിയിൽ വെച്ച് അനധികൃതമായിട്ട് കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിച്ചിട്ടാണ് അനിയൻ മരിക്കാനുള്ള കാരണം. പക്ഷെ ആ സമയത്ത് ആരാണ് അവരെ നിയന്ത്രിച്ചത്? ഈ SIക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ഇതില്ലല്ലോ, അധികാരമില്ലാത്തതുകൊണ്ട് ആരാണ് അവരെ നിയന്ത്രിച്ചത്? SP ആണോ DYSP ആണോ? ആ തരത്തിലൊന്നും അന്വേഷണം പോയില്ല. കാരണം അത് പോയി കഴിഞ്ഞാൽ നേരിട്ട് ഇവർക്കിലെത്തും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പേപ്പറിലൂടെ രേഖാമൂലമായാലും മറ്റുള്ള ഈ നടപടിക്രമങ്ങളായാലും മേലുദ്യോഗസ്ഥരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. താഴെത്തട്ടിലുള്ള SIക്കോ മറ്റുള്ളവർക്കോ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ നിയമ ഉപദേശം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇവരെ നിയന്ത്രിച്ചത് SP-യോ DYSP-യോ വേറെ ആരെങ്കിലും വലിയ റാങ്കുള്ള ഉദ്യോഗസ്ഥർ, അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കുറ്റപത്രത്തിനെ കാണുന്നത്. അപ്പോൾ ഈ SIന്റെ മേലാണ് ഈ കേസുകൾ എല്ലാം ചാർത്തി വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോ പ്രതിപട്ടികളുണ്ടായിരുന്ന ഡാൻസ് ഓഫ് അംഗങ്ങളും അതോടൊപ്പം തന്നെ SI കൃഷ്ണൻ. ഇപ്പോൾ CBI അന്വേഷണത്തിൽ 5 പ്രതികളാണുള്ളത്. 4 ഡാൻസ് ഓഫ് സംഘത്തിൽ 4 പേരും SI കൃഷ്ണലാലായിട്ട് 5-ാം പ്രതിയും. CBI കണ്ടെത്തിയത് കൃത്യമായി വ്യാജ NDPS കേസ് വ്യാജാണെന്നാണ് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തത് വ്യാജ കേസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. 12 പേരെ കൊണ്ടുവന്നില്ല, 5 പേരെ സെലക്ട് ചെയ്ത് SIക്ക് കൈമാറി. പക്ഷെ അതിന്റെ
വലിയ ഗൂഢാലോചന എന്താന്നുള്ളത് ഈ കുറ്റപത്രത്തിലില്ല. അപ്പോ ഇവരെ ഈ ഡാൻസ് ഓഫ് സംഘത്തിന് സംഭവിച്ച പാളിച്ചകളെ SIന്റെ മേലെ ചാർത്തി അവർ രക്ഷപ്പെടാനും മേലുദ്യോഗസ്ഥർ രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഈ സെയ്ത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ അതേ ഉദാഹരണമാണ് SI കൃഷ്ണലാലിനുള്ളത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ മറ്റൊരു പറഞ്ഞതോ അല്ലെങ്കിൽ SP പറഞ്ഞിട്ടോ ആയാലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. FIR ഇട്ടതൊക്കെ മൂപ്പരുടെ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിന് കൂട്ടു നിന്നാൽ അവരെ സംരക്ഷിക്കും, ഇല്ലെങ്കിൽ അവരെ ഇതുപോലെ അടിച്ച് ചവിട്ടി താഴ്ത്തും എന്നുള്ള ഒരു രീതിയാണ് ഈ കോക്കസിനുള്ളത്. അതാണ് നമ്മൾ 2 കൊല്ലമായിട്ടുള്ള ഒരു അനുഭവം തന്നെ നമുക്ക് മനസ്സിലായത്. ഈ കേസിൽ ഇപ്പം കൊലപാതകം ഒഴിവാക്കി മനഃപൂർവ്വം നരഹത്യയാക്കി മാറ്റിയിട്ടുണ്ടല്ലേ? അതെ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഇപ്പോൾ 304 ഇട്ടുള്ളത്. ഇത്രയും സമയം വരാതെ കസ്റ്റഡിയിൽ വെച്ചിട്ട്, അതായത് അനധികൃതമായിട്ട് ഇൻലീഗൽ കസ്റ്റഡി വെച്ചിട്ട് ഉപദ്രവിച്ചത് പ്രത്യേകിച്ച് യാതൊരു വൈരാഗ്യവും കാര്യങ്ങളും ഇല്ല എന്നാണ് CBI കണ്ടെത്തിയുള്ളത്. പക്ഷെ ഒരിക്കലും ഒന്നും വൈരാഗ്യം ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. 12 പേരില്ലേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി മർദ്ദനം നടന്നത് വ്യക്തമാണല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും പിന്നെ എയിംസിന്റെ റിപ്പോർട്ടായാലും കെമിക്കൽ റിപ്പോർട്ടിലൊക്കെ മർദ്ദനമൂലമാണ് മരിച്ചതെന്നുള്ള കറക്റ്റ് വ്യക്തമായിട്ടുണ്ട്. അതിന് CBI കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ വകുപ്പ് ഇട്ടപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ 304 ആയിട്ടുള്ളത്. ഇത് നേരത്തെ കൊലപാതക ശ്രമം എന്നുണ്ടായിരുന്നത്, പിന്നീട് അത് മാറ്റുകയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു മറ്റു പ്രതികളായ ഉദ്യോഗസ്ഥരെതിരെ സഹായിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. അതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ 302 ആയിട്ടുണ്ട് കൊലപാതക ശ്രമം. അത് കൃത്യമായിട്ട് അവരെ ചെയ്തു. പക്ഷെ CBIയിലേക്ക് എത്തിയപ്പോൾ ഒരു സമയം വരെ അന്വേഷണമൊക്കെ കറക്റ്റായത് പോയത്. അവസാനത്തേക്ക് CBI തന്നെ നമുക്ക് ഒരു ചോദ്യത്തിന് മറുപടി തരാൻ തന്നെ CBIക്ക് ഭയങ്കര മടിയായിരുന്നു. നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, പല ബുദ്ധിമുട്ടുള്ള ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലായി ഒരു എന്തോ പ്രഷർ അയാൾക്ക് ഉണ്ടെന്ന്. ഈ കേസ് അപ്പോൾ ലാസ്റ്റ് സമയത്ത് കേസ് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യും, FIR കുറ്റപത്രം സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫാക്കി. പിന്നെ അയാളെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ കുറ്റപത്രം നോക്കിയപ്പോൾ വ്യക്തമായിട്ടുള്ളത് ഇവരെ സഹായിക്കാൻ കൊലപാതകമാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഡാൻസ് ഓഫിന്റെ അതോറിറ്റി ആരാ? SP-യിലേക്കാണ്. അവരാണ് നിയന്ത്രിക്കണത്, അല്ലെങ്കിൽ DYSP. ഇതാവും നിയന്ത്രിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരിലേക്ക് എത്തും എന്നുള്ളത് പേടിച്ചിട്ട് ആ 304 ഇട്ടിട്ട് അവരെ ഒന്ന് മയപ്പെടുത്തി രക്ഷപ്പെടുത്തിയതാണ്. ഇവരെ ഒരു പ്രഷർ കൊണ്ട് തന്നെ ആവും അയാൾ ചെയ്തിട്ടുണ്ടാവും. കാരണം SP-ക്ക് ഒരു DYSP റാങ്കിലുള്ള ആളാണ് CBI അന്വേഷിക്കുന്നത്. പക്ഷെ SP ആണല്ലോ ഇവിടെ ഗൂഢാലോചനയുടെ മെയിൻ ആള്. SP ആണെന്നുള്ള നമുക്കറിയാം, ഇവർക്കും മനസ്സിലായിണ്ടാവും. അതാണ് അവരങ്ങനെ ചെയ്തത്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു സമീപനം തന്നെ ആയിരിക്കും. തീർച്ചയായും. ഇപ്പൊ ഈ ശ്രീജിത്ത് തന്നെ പറയണ്ടല്ലോ, പല ഉദ്യോഗസ്ഥരും എന്നോട് കേസ് പിൻവലിക്കാൻ പറയുന്നുണ്ട്. പിന്നെ പല ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും SP-ക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരും SP ലെവലിലുള്ള ആൾക്കാരും മേലുദ്യോഗസ്ഥരും എന്തായാലും പ്രഷർ ചേർത്തിണ്ടാവും. കാരണം SP-യിലേക്ക് എന്തായാലും ഇത് കഴിച്ചുകൊണ്ടും. ഡാൻസ് ഓഫിന്റെ മേലധികാരി എന്ന് പറഞ്ഞത് SP ആണ്. ഈ SP അറിയാതെ ഒരു ചെറിയ വിലനക്കുകളും സംഭവിക്കാത്തതാണ്. അപ്പൊ SP കൃത്യമായിട്ട് നിർദ്ദേശം നൽകി, അല്ലെങ്കിൽ SP-ക്ക് വേണ്ടി വേറെ ആരോ ആ സമയത്ത് നിർദ്ദേശം നൽകിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ പോയത്. പക്ഷെ കൃഷ്ണലാൽ മാത്രമുള്ള പ്രതി, അതിലേക്ക് CI ജീവൻ ജോർജ് വരണം. നമ്മളെ പ്രതികളിൽ, അതായത് അനിയന്റെ ഒപ്പം ഉണ്ടായ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, അവരെ മൊഴിയിൽ ഈ തടവിൽ വെച്ച സ്ഥലത്ത് CI ജീവൻ ജോർജ് വന്നു. പക്ഷെ ജീവൻ ജോർജിനെതിരെ ഒരു പരാതിയില്ല, ഒരു വകുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അവരൊക്കെ മറന്ന് ഇല്ല എന്നുള്ളത് പുറത്ത് കാണുന്ന ചിത്രം മാത്രമാണ് അവര് കുറ്റപത്രത്തിൽ വെച്ചുള്ളത്. അതിലുള്ള ഗൂഢാലോചനകളൊന്നും കണ്ടെത്തിയിട്ടില്ല. കാണാൻ ശ്രമിച്ചാണ്, പക്ഷെ അതിൽ വകുപ്പായത് ഇതായിട്ടില്ല. അതായത് ഈ ഗൂഢാലോചന കൃത്യമായൊരു അന്വേഷണം നടത്തണമെന്നാണ് ഇനി നമ്മൾ ആവശ്യം. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഇവർ കണ്ടെത്തിയുള്ളത്, ഇപ്പോൾ FIR ഇട്ടത് NTPS കേസ് ഇല്ല, അത് വ്യാജാണ്. അവരെ പിടിച്ചുകൊടുന്നതും ഒക്കെ ഒരു വ്യാജ കേസിന് വേണ്ടിയിട്ട് വ്യാജ FIR ഇട്ടെന്നാണ് ഇവർ കണ്ടെത്തിയുള്ളത്. അതാണ് കൃഷ്ണലാലിനുള്ള വകുപ്പിട്ടുള്ളത്. അപ്പൊ ഈ വ്യാജ ഇല്ലാത്ത കേസിന് വേണ്ടി ഇവരെ അറസ്റ്റ് ചെയ്തതും അവരെ മർദ്ദിച്ചതും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ അതിൽ
കൃത്യമായിട്ടൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അവിടെ, അത് കൃത്യമായി അന്വേഷിച്ച് എന്തുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ ചേളാരി തേഞ്ഞിപ്പലം സ്റ്റേഷന്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് താന്നൂർ വരെ കൊണ്ടുവരാനുള്ള സാഹചര്യം എന്ത്? ഒരു ഏത് NDPS കേസ്, അനിയൻ NDPS കേസിന്റെ ഇതിൽ പെട്ടെന്ന് വിചാരിക്കാം. പക്ഷെ അതിനായിട്ടൊരു രീതിയില്ലേ, അതൊന്നും പാലിക്കാതെ ഇവർ കൃത്യമായിട്ടൊരു ഒരു പോയിന്റിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടാണ് അവർ കറക്റ്റായിട്ട് താന്നൂരെത്തിയത്. അതിനുള്ള എല്ലാ പ്ലാനുകളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടൊരു ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാര്, എങ്ങനെയൊക്കെ, എപ്പോഴും അതിനെപ്പറ്റി ഇവര് കൃത്യമായി അന്വേഷിക്കണം. അതാണ് ഇനി തുടരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് കുടുംബം. അതെ, ഹൈക്കോടതി വഴി നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അത് ആവണേ ഉള്ളൂ, അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പം കൃത്യമായി ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് താമരശ്ശേരി ജിഫ്രിയുടെ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ എപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് കേസിന്റെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് കൃത്യമായി ഒരു അന്വേഷണം, അതായത് ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് താമരശ്ശേരി ജിഫ്രിയുടെ കുടുംബം. അൻരൂപി ചിക്കോടിനൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 മലപ്പുറം.